Hello dear students, this is the midpoint circle generation algorithm. It consisting of 6 steps. ഈ ഒരു 6 സ്റ്റെപ്പിലോട്ട് റീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ പ്രീവിയസ് വീഡിയോയിലൂടെ പഠിച്ചത്. സോ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് സർക്കിൾ മീൻസ് സെറ്റ് ഓഫ് പോയിൻറ്റ്സ് കീപ്പിംഗ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം എ സെൻറ്റർ പോയിൻറ്റ് എക്സ് സി വൈ സി. ദെൻ ഇതിൽ ഓരോ പോയിൻറ്റിൻ്റെയും എക്സ് വൈനെയും നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൻ്റെ ബേസിൽ പൈതഗോറസ് തിയറത്തിനെ ബേസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ സി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് അപ്രോച്ച് ടു ജനറേറ്റ് ദ സർക്കിൾ പോയിൻറ്റ്സ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് അപ്രോച്ചിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവുക. എക്സ് സി അറിയാം, വൈ സി അറിയാം, ആർ അറിയാം, വൈ കണ്ടുപിടിക്കും. ബട്ട് ആ കേസിൽ സ്പേസിങ്ങും അൺഈക്വൽ ആയിരിക്കും. ദെൻ ഓൾസോ ഒരുപാട് കമ്പ്യൂട്ടേഷൻസ് ആവശ്യമുണ്ട്. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യും. അവിടെയും ട്രിഗ്നോമെട്രിക് ഓപ്പറേഷൻസും മൾട്ടിപ്ലിക്കേഷൻസും ഉള്ളതുകൊണ്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് കാൽക്കുലേഷൻ ഈസ് നീഡഡ്. ദെൻ തേർഡ് സ്റ്റെപ്പിൽ സിമെട്രി ഓഫ് ക്വാഡ്രൻസ് യൂസ് ചെയ്യും. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ദെൻ ബൈ സിമെട്രി റിമൈനിങ് 3 ക്വാഡ്രൻസിലെയും പോയിൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ബട്ട് അതിൽ കണ്ടുപിടിക്കുന്ന നമ്പർ ഓഫ് പോയിൻറ്റ്സിനെക്കാട്ടി കുറച്ചും കൂടി നമ്പർ ഓഫ് പോയിൻറ്റ്സ് കുറച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഇഫ് യു ആർ യൂസിങ് സിമെട്രി ഓഫ് ഓക്ടൻസ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മളൊരു ഫസ്റ്റ് ഓക്ടൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഓക്ടൻറ്റിൽ മാത്രം പോയിൻറ്റ്സ് കണ്ടുപിടിച്ചാൽ മതി. ബൈ സിമെട്രി റിമൈനിങ് 7 ഓക്ടൻസിലെയും പോയിൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദെൻ ഇവിടെ നമ്മളൊരു ഡിസിഷൻ പാരാമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഡിസിഷൻ പാരാമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഒരു പോയിൻറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്ത് നെക്സ്റ്റ് പിക്സൽ എന്ന് പറയുന്നത് അപ്പർ പിക്സലും ആവാം ലോവർ പിക്സലും ആവാം. അതിലേതാണോ നമ്മുടെ സർക്കിൾ പാത്തുമായിട്ട് വൈ വാല്യൂ ക്ലോസ് ആയിട്ടുള്ള ആ പോയിൻ്റ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ആ പോയിൻ്റ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു ഡിസിഷൻ പാരാമീറ്റർ യൂസ് ചെയ്യും. ഡിസിഷൻ പാരാമീറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് നമ്മൾ ഈ 2 പോയിൻറ്റ്സിൻ്റെ മിഡ് പോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. മിഡ് പോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻസൈഡ് ദി സർക്കിൾ ബൗണ്ടറി ആണെങ്കിൽ നമ്മൾ അപ്പർ പിക്സൽ സെലക്ട് ചെയ്യും. ഓൺ ദ സർക്കിൾ ബൗണ്ടറി ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ ബൗണ്ടറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോവർ പിക്സൽ സെലക്ട് ചെയ്യും. അപ്പോൾ ഈ മിഡ് പോയിൻറ്റിൻ്റെ ഈ പറഞ്ഞ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ പിക്സൽ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മിഡ് പോയിൻറ്റിൻ്റെ ലൊക്കേഷൻ അറിയുന്നതിന് വേണ്ടി ആ മിഡ് പോയിൻറ്റ് നമ്മൾ കണ്ടുപിടിക്കും. ദെൻ ആ മിഡ് പോയിൻറ്റിനെ സർക്കിൾ ഫംഗ്ഷനിലോട്ട് അപ്ലൈ ചെയ്യും. സോ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് കെ പ്ലസ് 1ഉം വൈ കെ മൈനസ് 1/2 ആണ്. അതിൻ്റെ സർക്കിൾ ഫംഗ്ഷനിലോട്ട് അപ്ലൈ ചെയ്യുക. ആ സർക്കിൾ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് ഡിസിഷൻ പാരാമീറ്ററിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ഡിസിഷൻ പാരാമീറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ മിഡ് പോയിൻറ്റ്സിനെ സർക്കിൾ ഫംഗ്ഷനിലോട്ട് അപ്ലൈ ചെയ്യുക. ആ കിട്ടുന്ന വാല്യൂ ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പർ പിക്സൽ സെലക്ട് ചെയ്യും. ഗ്രേറ്റർ ദാൻ 0 ഓർ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോവർ പിക്സലിനെ സെലക്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ പി കെ പ്ലസ് 1 ഈക്വൽ ടു പി കെ പ്ലസ് 2 ഇൻറ്റു എക്സ് കെ പ്ലസ് 1 പ്ലസ് വൈ സ്ക്വയർ കെ പ്ലസ് 1 മൈനസ് വൈ സ്ക്വയർ കെ മൈനസ് വൈ കെ പ്ലസ് 1 മൈനസ് വൈ കെ പ്ലസ് 1. ഓക്കെ, അപ്പം ഇവിടെ ഫസ്റ്റ് നമ്മളൊരു ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കണം. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5/4 മൈനസ് ആർ ആണ്. അതിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് 1 മൈനസ് ആർ എന്നാക്കി. So the first step in the midpoint circle and generation algorithm is we have to input the radius r and a circle center x, c, y, c and obtain the first point on the circumference of a circle which is centered on the origin as x0 y0 equal to 0 r. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ സർക്കിളിനെ നമ്മൾ ഒറിജിനിലോട്ട് കൊണ്ടുവരാം. ദെൻ ഫസ്റ്റ് നമ്മൾ പോയിൻ്റ് പ്ലോട്ട് ചെയ്യുന്നത് ഈ പോയിൻ്റ് ആയിരിക്കും. ദെൻ അപ് ടു ദിസ് ഒബ്ജക്റ്റ് വരെയുള്ള പോയിൻറ്റ്സ് കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് 0 r ആയിരിക്കും. സോ ദ ഫസ്റ്റ് പോയിൻ്റ് ഈസ് 0 r. ദെൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഇനിഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ p0 ഈക്വൽ ടു 5/4 മൈനസ് 1 ദാറ്റ് ഈസ് 1 മൈനസ് r. ദെൻ തേർഡ് സ്റ്റെപ്പ് ഈസ് അറ്റ് ഈച്ച് എക്സ് കെ പൊസിഷൻ സ്റ്റാർട്ടിങ് അറ്റ് k ഈക്വൽ ടു 0 പെർഫോം ദ ഫോളോയിങ് ടെസ്റ്റ്. ദാറ്റ് ഈസ് ഇഫ് പി കെ ഈസ് less than 0, the next point will be xk plus 1 yk, that is upper pixel, and next decision parameter pk plus 1 equal to pk plus 2xk plus 1 plus 1. Okay, then otherwise, that is if pk is greater than 1, the next point will be xk plus 1 yk minus 1, that means lower pixel, and the next decision parameter equal to pk plus 2xk plus 1 plus 1 minus 2yk plus 1. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിലും 2xk plus 1 എന്ന് പറയുന്നത് 2xk plus 2 പ്രീവിയസ് xk വാല്യൂ ഇൻറ്റു 2 plus 2.
ദെൻ 2yk പ്ലസ് 1 എന്ന് പറയുന്നത് 2yk മൈനസ് 2 ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതർ 7 ഒക്ടൻസിലെ പോയിൻറ്റ്സും സിമെട്രി കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് കണ്ടുപിടിക്കും. സോ ദ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ഡിറ്റർമൈൻ ദ സിമെട്രി പോയിൻറ്റ്സ് ഇൻ ദ അതർ 7 octants. Then fifth point is move the calculated pixel position onto the circle path which is centered on xc, yc and plot the values as x equal to x plus xc and y equal to y plus yc. അതായത് നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ ആദ്യമേ ഒരു പോയിൻ്റ് കണ്ടുപിടിക്കും. ദെൻ ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റിമൈനിങ് 7 ഒക്ടൻസിലെയും പോയിൻറ്റ്സ് കണ്ടുപിടിക്കും. ദെൻ അതിനെ നമ്മൾ കറസ്പോണ്ടിങ് സ്പെസിഫൈഡ് പൊസിഷനിലോട്ട് മൂവ് ചെയ്യണം. എക്സിൻ്റെ കൂടെ ആഡ് ചെയ്യണം, വൈൻ്റെ കൂടെയും ആഡ് ചെയ്യണം. ഓക്കെ, ഇതേപോലെ ഈ സ്റ്റെപ്സ് ഇങ്ങനെ 3, 4, 5 എന്ന് പറഞ്ഞ സ്റ്റെപ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ പോയിൻറ്റും പ്ലോട്ട് ചെയ്യണം, നെക്സ്റ്റ് ഡിസ്റ്റൻസ് പാരാമീറ്ററും കണ്ടുപിടിക്കണം. ഫോർത്ത് സ്റ്റെപ്പിൽ ആ പോയിൻറ്റിനെ നമ്മൾ റിമൈനിങ് 7 ഒക്ടൻസിലെ പോയിൻറ്റ്സും ബൈ സിമെട്രി കണ്ടുപിടിക്കണം. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ അതിനെ നമ്മൾ സ്പെസിഫൈഡ് പൊസിഷനിലോട്ട് മൂവ് ചെയ്യണം. ഓക്കെ, ആൻഡ് ദിസ് സ്റ്റെപ്സ് വിൽ റിപ്പീറ്റ് 3 to 5 നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഈ ഒരു ഒക്ടൻ്റ് വഴിയായിരിക്കും. ഈ ഒരു ഒക്ടൻ്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് y ആയിരിക്കും. സോ റിപ്പീറ്റ് സ്റ്റെപ്സ് 3 through 5 until x greater than or equal to y. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിൽ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ഈക്വൽ അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ വൈനേക്കാട്ടി ഗ്രേറ്റർ ആവുന്ന എപ്പോഴാണോ ആ സമയത്ത് നമ്മൾ ഈ ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യണം. അത്രയും നേരം ഈ 3, 4, 5 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആൻഡ് ദിസ് ഈസ് ദ സർക്കിൾ midpoint circle generation algorithm. Okay, through the next video we have to work out a problem regarding the C. Okay, thank you.